നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചത് വേവിച്ച മാംസത്തിന്റെ ഒരു കഷ്ണമാണ്. മരിച്ചുപോയൊരു വ്യക്തി ഒന്നായിട്ടല്ല, അതിനേക്കാളും വലുതല്ലേ. നിങ്ങൾ നോക്ക്, രൂപഭാവങ്ങളൊക്കെ എത്ര മാറിയിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ച് ഖബറിലെത്തിയ ആളുകളോട് തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ധാരാളം സംഭവങ്ങൾ അങ്ങനെ കാണാം. ഞാനതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ ബഹുമാനങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയൊരു ബഹുമാനല്ലേ, ഉനബ്ബിയുക്കും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതിക്കും. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ എന്തൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളത്. നിങ്ങളെ വീട്ടിൽ ഓരോരുത്തരും എന്തൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, എന്തെല്ലാം ദിർഹമുണ്ട്, ദീനാറുണ്ട്, രത്നങ്ങളുണ്ട്, എന്തെല്ലാം കായ്ക്കനികളുണ്ട്, ഭക്ഷ്യവസ്തുക്കളുണ്ട്, ഒക്കെ പറഞ്ഞു തരുന്ന ഒരു ബഹുമാനം, ഒരു മുഅ്ജിസത്ത് ഈസാ നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്നു. അതേപോലത്തെ മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ബദറിന് ശേഷമാണ് അബ്ബാസ് എന്നവർ ദീനിലേക്ക് വന്നത്. ബദറിൽ തടവിലായി കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉപ്പയുടെ സഹോദരനാണ്. അബ്ബാസ് എന്നവരെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ മോചനദ്രവ്യം കൊടുക്കണം, എന്നാ നിങ്ങൾക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകാം, മക്കയിലേക്ക് പോകാം. അബ്ബാസ് എന്നവർ പറഞ്ഞു, നബി എൻ്റെ കയ്യിൽ ഇതിന് കാര്യമായിട്ട് പണമൊന്നുമില്ല, ഞാൻ പിന്നെ എവിടുന്ന് മോചനദ്രവ്യം കൊടുക്കാനാണ്, ചോദിക്കുന്ന ആള് വലിയ സംഖ്യ ചോദിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അബ്ബാസ്, നിങ്ങളെ വീട്ടിന്റെ അടിഭാഗത്ത് ഒരു അറയുണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ വെച്ച കുറച്ച് സ്വത്തില്ല, അതെവിടെ? നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളില് അടിഭാഗത്തൊരു അറയുണ്ടാക്കിയിട്ട് ആ അറയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച കുറച്ച് സ്വത്തില്ലേ, അതെവിടെ? അതങ്ങ് പറഞ്ഞപ്പോ അബ്ബാസ് എന്നവര് പറഞ്ഞു, ഹഖൻ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു നബിയെ. എന്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല, എന്റെ മക്കൾക്കൊരാൾക്കും അറിയില്ല. ഈ വിഷയം തങ്ങൾക്ക് അറിയിച്ചു തന്നത് അല്ലാഹു തആല തന്നെയാണ്, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതങ്ങ് തുറന്നു പറഞ്ഞപ്പോ അബ്ബാസ് എന്നവരുടെ മനസ്സിൽ ഈമാൻ ഉറച്ചുപോയി. നിങ്ങൾ നോക്ക്, ഇതേപോലെ എത്ര എത്ര വലിയ ബഹുമാനങ്ങളാണ് നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിനും ഈസാ നബി അലൈഹിസ്സലാമിനും സുലൈമാൻ നബി അലൈഹിസ്സലാമിനും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ബഹുമാനങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് പക്ഷിഭാഷ അറിയുമായിരുന്നു. വഉല്ലിംനാ മന്തിഖ ത്വയ്ർ, പക്ഷികൾ സംസാരിക്കുന്ന ഭാഷ നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏത് പക്ഷികൾ സംസാരിക്കുന്നതും എന്താണെന്നറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാവുന്ന ഭാഷ പക്ഷികളുടെ ഭാഷ മാത്രമല്ല, എല്ലാ ജീവികളുടെയും ഭാഷ അറിയാം. പക്ഷികളുടേത് മാത്രമാണോ? അല്ല,